ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ യാത്രയെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ. അപ്പം വേറൊന്നിടത്തുമല്ല, അനിയത്തിയുടെ അവിടെ തന്നെ കൊല്ലത്തോട്ട് അവരുടെ ദേശത്തെ ഉത്സവം. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാമെന്ന് വെച്ചു. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന 2 പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഉദ്ദേശിച്ചാണ് വാങ്ങുന്നത്. അപ്പം ഞാനും അച്ഛനും ആദിക്കുട്ടനും അപ്പയും ഒക്കെ ഉള്ളു കേട്ടോ. ഏഴിന് ലീവ് കിട്ടത്തില്ല, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. കഴിഞ്ഞ വർഷം ഉത്സവത്തിന് ഏഴിന് കൂടാൻ പറ്റിയില്ല, ഈ വർഷവും ഇല്ല. അവിടെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ ലിയോ കുട്ടനെ എടുത്തു. ലിയോ കുട്ടനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. വേണ്ട അനിയത്തി. പിന്നെ ഉത്സവത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഇത് നമ്മുടെ തഴുത്തല ക്ഷേത്രമാണ്, ഗണപതി ക്ഷേത്രം. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഞാൻ വേറൊരിടത്തും കണ്ടിട്ടില്ല. ആനയാണ് ഇവിടുത്തെ മെയിനായിട്ട് നേർച്ചയായിട്ട് ഓരോരുത്തർ ഇറക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. എന്നാലും ഞാൻ കണ്ടത് വെച്ച് കുറേ എക്സ്പീരിയൻസാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഭയങ്കര ഇതിപ്പം ഘോഷയാത്ര പോകുന്നതിൻ്റെ ഇതാണേ. രാത്രിയാകുമ്പോഴേ വരത്തുള്ളൂ, ഘോഷയാത്ര എല്ലാം കെട്ടുകാഴ്ചയായിട്ട് വരത്തുള്ളൂ. ഉത്സവം എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു എന്താ പറയണ്ടേ, നമ്മൾ ഓരോ വർഷം നമ്മൾ കാത്തിരിക്കുന്ന ഒരു മൊമെൻ്റാണല്ലേ. അപ്പം അതിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കേ. ഉത്സവമായി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ കുറേ പറ്റിക്കൽ എന്നല്ല, പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അതുകൊണ്ട് അത് മേടിച്ചു കൊടുക്കാൻ പോയില്ല കേട്ടോ. കപ്പലണ്ടി കണ്ടപ്പോൾ അവന് കപ്പലണ്ടി വാങ്ങിച്ചു കൊടുത്തത് ഭയങ്കര ഇഷ്ടമാണ് തിന്നാൻ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ, ഞാനും അനിയത്തിയും ഞങ്ങൾ എല്ലാവരും കൂടി നടക്കാനിറങ്ങി അമ്പലത്തിൻ്റെ അവിടെ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മെയിനായിട്ട് ആനയാണ് എഴുന്നള്ളുന്നത്. ഞാൻ ഇതുപോലെ ഈ വർഷം അനിയനില്ലായിരുന്നു കേട്ടോ. അനിയനാന്നേരം ഇപ്പം ഒമാനിലാണ്, അതുകൊണ്ട് അനിയനെ മിസ് ചെയ്യുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അനിയനോടൊപ്പം രാത്രി 12 മണിയൊക്കെ 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് രാത്രിയിലെല്ലാം നടന്നു പോയി എടുത്തത് കേട്ടോ. ഈ വർഷം അതിൻ്റെ ആയിട്ടുള്ള ചെറിയ ഇതുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് റാഷൻ പൂട്ടിൻ്റെ ഇത് കുടിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണേ ഘോഷയാത്ര വരുന്നത് കാണാൻ. അപ്പം ഞാൻ പുറകിലത്തെ വ്യൂ, അമ്പലത്തിൻ്റെ മെയിൻ തൊട്ടടുത്ത് തന്നെയാണേ അനിയത്തിയുടെ വീട്. എനിക്കൊന്ന് 2-3 ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടടുത്തായിട്ട് മെയിൻ റോഡാണ്. അപ്പം കാണാം. ഞങ്ങൾ പോയി നിന്നതെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിലാണ്, വീടിൻ്റെ 3ാമത്തെ ഭാഗത്തങ്ങോട്ടാണ് കയറിപ്പോയി കണ്ടത് കേട്ടോ. പക്ഷെ അടിപൊളി ഒരു വ്യൂ ഇതായിരുന്നു കേട്ടോ കാണാൻ. സത്യം പറഞ്ഞാൽ ഈ ആനയും കൊണ്ട് പോകുന്നവർ, ഈ തിടമ്പൊക്കെ എടുക്കുന്നവരെ സമ്മതിക്കണം. നമ്മൾ നേരിട്ട് കണ്ട ഒരു ഇത് വെച്ച് പറയാം കേട്ടോ. ഇതൊരു അടിപൊളി ആയിരുന്നു കേട്ടോ. ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലൊക്കെ വേണം. ഞാൻ ഇതുപോലൊരു ഉത്സവം, വലിയൊരു ഉത്സവം കാണുന്നത് ഫസ്റ്റ് ടൈം തന്നെയാണെന്ന് പറയാം. പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഈ 14 ജില്ലയിലെ ആൾക്കാർ വന്ന് കാണുമായിരിക്കും. അത്രയ്ക്കും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ 10 മണി ഉള്ളിൽ ഇത് നിർത്തണമെന്ന് ഇപ്പം ഓർഡർ ഉള്ളത്, ഉത്സവത്തിൻ്റെ ആയിട്ടൊക്കെ പറഞ്ഞു. അതുകൊണ്ട് വലിയ ഇതായിട്ട് ഘോഷയാത്ര വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 10:30 ആയപ്പോഴത്തേക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ ഇവിടെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നേരത്തെ 10-60 ആനയൊക്കെ ആയിരുന്നു ഉള്ളത്, ഇപ്പോൾ ആനയുടെ എണ്ണം കുറവായി തുടങ്ങിയെന്നൊക്കെ. ഇപ്പം ഞാൻ 2ാമത്തെ വർഷമാണ് ഇത് കാണുന്നത്. കഴിഞ്ഞ വർഷവും ഏട്ടന് ലീവ് കിട്ടിയില്ല, ഈ വർഷവും അതേ അവസ്ഥ തന്നെ. സാരമില്ല, അച്ഛനുണ്ടായിരുന്നു, പിന്നെ ഇവന്മാർ ഉള്ളതുകൊണ്ട് അടിപൊളിയായിരുന്നു.
പിന്നെ അനിയത്തി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവളെ മേളിൽ കയറാൻ കൊണ്ടുവന്നില്ല കേട്ടോ. അപ്പോൾ അവൾ താഴെ നിന്ന് കണ്ടു, ഞങ്ങളെല്ലാവരും കൂടെ മേളിൽ നിന്ന് കണ്ടു. ആദ്യക്കുട്ടൻ ഭയങ്കര ഹാപ്പി, കാരണം ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ ലിയോ കുട്ടൻ്റെ കാലിൽ എന്തോ കടിച്ചു, എന്തോ കടന്തൽ പോലെ എന്തോ കടിച്ച് ഹോസ്പിറ്റലൊക്കെ ഒന്ന് കൊണ്ടുപോയായിരുന്നു. അത് അവൻ അത്ര ആക്റ്റീവ് അല്ലാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് ഇളകി മറിച്ചേനെ. അപ്പൂപ്പനും കൊച്ചുവിനും എന്തോ കുറേ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പം കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. 1 മണിക്കൂറോളം ഘോഷയാത്ര ഉണ്ടായിരുന്നു. ഇനിയിപ്പം ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ വീട്ടിൽ പോവാം. അപ്പം വീട്ടിൽ എത്തിയപ്പോൾ തന്നെ 12:45 കേട്ടോ.
ഉത്സവമൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആദ്യകൂട്ടം പിന്നെ ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഓക്കെ ബായ്.